ഹിന്ദു രക്ഷാദൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച നടക്കുന്ന മുസ്ലിങ്ങളുടെ നമസ്കാരം നടത്താൻ സമ്മതിക്കില്ല എന്ന്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുമോ? നടക്കും. യോഗിയും മോദിജിയും ഒക്കെ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇതൊക്കെ നടക്കും. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. കേട്ടില്ലേ? ഓപ്പൺ ആയിട്ട് ത്രട്ടൺ ചെയ്യുകയാണ്. ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഗാസിയാബാദിൽ ലളിത് ശർമ്മ, അതായത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് ഹിന്ദു രക്ഷാദളിന്റെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. ഗാസിയാബാദിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ലളിത് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു മർഡർ ഓഫ് സൂര്യ ചൗഹാന്റെ മർഡറുമായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഓപ്പൺലി ഈ ഒരു ത്രെട്ട്, അതായത് they will not allow Friday prayer to be offered anywhere. എവിടെയും ഈ ഒരു ഫ്രൈഡേ പ്രയർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമസ്കരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇതിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ പേരിൽ കേസെടുത്തോ? ഇല്ല. ഇനി എടുക്കുമോ? അതുമില്ല. അതാണ് പുതിയ ഇന്ത്യയുടെ, നമ്മളുടെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ ഗുണം. ഇത് മാത്രമല്ല, ഇതേ ഉത്തർപ്രദേശിൽ വേറെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പുനീത് എന്ന് പറയുന്ന ഒരു ഹിന്ദുമാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അവരുടെ വീട്ടിന്റെ മുന്നിൽ ഒരു ബാഗിൽ മാംസം കണ്ടെത്തി എന്ന് പറഞ്ഞാണ് പോലീസിനെ വിളിച്ചത്. സ്പോട്ടിൽ പോലീസ് വരികയും ആ ഒരു ബാഗ് എടുത്തു മാറ്റുകയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ കമ്മ്യൂണൽ ടെൻഷൻ സ്പാർക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാതെ അവർ അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഈ വ്യക്തിയെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തു. ആ ഇൻവെസ്റ്റിഗേഷനിൽ പോലീസിന് എന്തൊക്കെയോ സംശയം തോന്നി. അവിടുത്തെ CCTV ഫൂട്ടേജ് എന്ത് ചെയ്തു? പരിശോധിച്ചു. അപ്പോഴാണ് കണ്ടിട്ടുള്ളത് ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കിളിൽ ഇതിലൂടെ റൗണ്ട് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കയ്യിൽ ഈ പറയുന്ന ഒരു പാക്കറ്റ് ഓഫ് എന്തുണ്ട്, മാംസം ഉണ്ടായിരുന്നു. അത് ആക്സിഡന്റലി അവിടെ വീണു. അവിടെ വീണതിന് ശേഷം, അതായത് ഈ പുനീത് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിന്റെ അടുത്താണ് വീണിട്ടുള്ളത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു ബാഗ് എടുത്തിട്ട് ഇയാളുടെ വീട്ടിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന കാര്യം ഈ CCTV ഫൂട്ടേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പതിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ്. അതായത് വീണത് ആ വീട്ടിന്റെ കുറച്ച് ദൂരമായിട്ടാണ്. പക്ഷെ ഇയാൾ ആ പാക്കറ്റ് എടുത്തിട്ട് ഇയാളുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ആരോ എന്റെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പോലീസ് ചെയ്തിട്ടുള്ളത് CCTVയിലൂടെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. ഓക്കെ, സീനിയർ പോലീസ് ഓഫീഷ്യലാണ് ഈ കാര്യം പുറത്തുവിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതോറിറ്റി ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ വ്യക്തിയെ അതായത് വാൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതുപോലുള്ള സ്പ്രെഡ് എന്താ പറയാ മിസ്ഇൻഫോർമേഷൻസ് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വാർണിംഗ് കൊടുത്തു. നോ FIR വാസ് രജിസ്റ്റേർഡ് ഇൻ ദ കേസ്. കേസിൽ യാതൊരു FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് ഒരു കമ്മ്യൂണൽ ടെൻഷനാണ് അയാൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസിനും ഉണ്ടാവുക. കാരണം ഒരു കേസും എടുക്കില്ല. കാരണം അതാണ് ഉത്തർപ്രദേശ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ മോദിയുടെ ഇന്ത്യ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പോലീസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ റെസിഡൻസിനോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ, ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള റൂമേഴ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടുന്ന് പോയി. അതായത് യഥാർത്ഥത്തിൽ ഇത് വേറെ ആരെങ്കിലാണ് ചെയ്തിട്ടുള്ളെങ്കിൽ, അതായത് പ്രത്യേകിച്ചും ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മതസ്ഥരാണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ FIR ഇട്ട് ചിലപ്പോൾ എൻകൗണ്ടർ വരെ അവിടെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് വേറൊരു പ്രത്യേകതരം ആയിട്ടുള്ള ഒരു റിലീജിയനിലുള്ള ആളായതുകൊണ്ട് എന്ത് സംഭവിച്ചു? FIR ഇല്ല, ഒന്നുമില്ല. ഒന്ന് വാണേത്, ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ വഴിക്ക് പോയി. ഈ സംഘികൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു. മനസ്സിലാവാത്തവർക്ക് ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ആ ഒരു ചപ്പാത്തിയോ എന്തോ കൊടുത്തിട്ട് ചാണകം മുക്കി അങ്ങോട്ട് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. എങ്ങനെ മനസ്സ് വരുന്നു ഇയാൾക്കൊക്കെ? ഇയാളൊക്കെ തലക്ക് എന്താണ്? ഈ ചാണകത്തിന് നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ ഇതൊക്കെ എന്താ പറയല്ലേ. ഇനി നമുക്കറിയാം, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുസ്ലിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി?
പശുവിനെ നാഷണൽ അനിമൽ ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് പശുവിനെ ദേശീയ മൃഗമാക്കണം എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. എന്നാൽ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കില്ല എന്ന് അർജുൻ റാം മേഘ്വാൾ എന്ന് പറയുന്ന അതായത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എന്താ ചെയ്യാം, നാഷണൽ അനിമലായി പശുവിനെ പ്രഖ്യാപിക്കില്ല എന്ന്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ചില ആളുകൾ പറയുന്നത് അതായത് ഇത് ബീഫ് എക്സ്പോർട്ടിനൊക്കെ ഇതാവും, കാരണം പശുവിനെയും ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അത് പക്ഷേ ഡാറ്റാസ് നോക്കിയാലും പശുവിനൊന്നും ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത് ബീഫിനെ മാത്രമാണ്. ഓക്കെ, എന്നാൽ മറ്റൊരു കാര്യമുള്ളത് ഈ പശുവിന്റെ കാര്യവും അതുപോലെ ബീഫിന്റെ കാര്യവും ഒക്കെ പറഞ്ഞാണ് ഇവിടെ പലരെയും അതായത് മുസ്ലിംസിനെ തല്ലുന്നതും കൊല്ലുന്നതും ഒക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് നാഷണൽ അനിമലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഈ കാര്യം പറഞ്ഞിട്ട് ദ്രോഹിക്കുക അല്ലെ? അതുപോലെ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നമ്മുടെ സർക്കാർ നിൽക്കില്ല. അത് മാത്രമല്ല, തല്ലിക്കൊല്ലുന്ന കാര്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് ഈ ബീഫ് കമ്പനീസും അതുപോലെ കമ്പനീസിന്റെ പേരും അതുപോലെ അതിന്റെ ഓണേഴ്സിന്റെ ലിസ്റ്റും ഒക്കെയാണ്. കണ്ടോളൂ. അൽ ഖബീർ ലിമിറ്റഡ് സതീഷ്, അറേബ്യൻ എക്സ്പോർട്ട് സുനിൽ കപൂർ, അതുപോലെ MKR എക്സ്പോർട്ട് മദൻ, അൽനൂർ എക്സ്പോർട്ട് സുനിൽ, സ്റ്റാൻഡേർഡ് ഫ്രോസൺ LTD OP അരോറ. അങ്ങനെ കണ്ടില്ലേ, ഈ പേര് കണ്ടില്ലേ? അപ്പോൾ ഇതിൽ കൂടുതലും അതായത് ഒട്ടുമിക്ക കമ്പനീസും അറബ് നെയിമിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഒക്കെ ഓണേഴ്സിന്റെ പേര് ഹിന്ദുസിന്റെ നെയിമാണ്. ഹിന്ദുസിന്റെ നെയിം മാത്രമല്ല, ഹിന്ദുസ് ആണ്. ഓക്കെ, ഞാൻ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒറ്റ ഷെയർസ് അല്ല, അതായത് ഒരാളല്ല ഓൺ ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ ഷെയർ ചെയ്യുന്ന അതായത് ഓൺ ചെയ്യുന്ന ആളുടെ പേരാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതായത് ഈ കമ്പനീസിന്റെ ഈ ബീഫ് കടത്തുമ്പോൾ, അതായത് ഈ ബീഫ് കടത്തുമ്പോഴൊക്കെ തല്ലിക്കൊല്ലുന്ന ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് വണ്ടി നിർത്തി വെക്കുന്നു, പിന്നെ അടിക്കുന്നു, തല്ലുന്നു, കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, ന്യൂസസിൽ കാണാറുണ്ട്, വീഡിയോസ് ആയിട്ട് കാണാറുണ്ട്, ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഇതുപോലുള്ള എക്സ്പോർട്ട് കമ്പനീസിന്റെ മുന്നിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് കമ്പനീസിന് ഉള്ളിൽ കയറിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഈ കൗ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്ന നടക്കുന്ന ഇവർ കയറി അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ ബീഫ് എക്സ്പോർട്ടിന്റെ ഏതെങ്കിലും കമ്പനീന്റെ മുമ്പിൽ കാണില്ല. അതാണ്. അതുപോലെ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ബോർഡിലോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ ഒക്കെ മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മാറ്റി ഒരു ഹിന്ദു നെയിമാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നതാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും മുസ്ലിം ഒരു ഷോപ്പ് ഇട്ടു അതിനൊരു ഹിന്ദു നെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ആ പേര് മാറ്റിക്കും. എന്നാൽ ഇവിടെ ഇവർ ഈ കമ്പനി തുടങ്ങി, അതായത് ഹിന്ദുസ് കമ്പനി തുടങ്ങി. കമ്പനിയൊക്കെ ആർക്കും വേണമെങ്കിൽ തുടങ്ങാലോ. മുസ്ലിം പേരിട്ടു, അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ പേരിടുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിംസിന് ഒരു കട തുടങ്ങി ഹിന്ദുവിന്റെ പേരിടുമ്പോഴുള്ള പ്രശ്നം ഇവിടെ സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ഹിന്ദു ഉണരുന്നില്ല? ഹിന്ദു ഉണരണം, എന്നിട്ട് അവരോട് പറയണം ആ പേര് മാറ്റാൻ വേണ്ടി. പേര് മാറ്റി ഹിന്ദുവിന്റെ പേരാക്കണം എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് അവിടെ നടക്കുന്നില്ല? ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ? അതെങ്ങനെ ഉണ്ടാക്കുക അല്ലെ? അതിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മുസ്ലിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നേരെ തിരിച്ച് ഇതുപോലുള്ള കോർപ്പറേറ്റ്സിന്റെ മേലിലേക്ക് കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് തിരിച്ചടിക്കും. അത് നല്ല ബോധ്യം ഈ ടീംസിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിശബ്ദമായി മിണ്ടാതെ ഒരു മൂലക്ക് ഇരിക്കുന്നത്. എന്നാൽ ഇപ്പുറം വരുമ്പോൾ ചെറിയ ഒരു ട്രക്കിലൊക്കെ ബീഫോ അങ്ങനെ എന്തെങ്കിലും കടത്തി എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇപ്പുറം വലിയ കണ്ടെയ്നേഴ്സിലൊക്കെ ഡസൻസ് ഓഫ് കണ്ടെയ്നേഴ്സിൽ കടത്തിയാലും ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പരാതിയുമില്ല, ആരെയും തല്ലണ്ട കൊല്ലണ്ട ഒന്നും ചെയ്യണ്ട.